പശ്ചിമബംഗാളിൽ PG ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിൽ മമതാ സർക്കാരിനെതിരെ പ്രതിഷേധം പുകയുന്നു. ഇരയ്ക്ക് നീതി ഉറപ്പാക്കും വരെ സമരം തുടരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അതേസമയം സംഭവം നടന്ന കൊൽക്കത്ത RG കാർ ആശുപത്രിയും സമരപ്പന്തലും ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അടിച്ചു തകർത്തു. പശ്ചിമബംഗാളിൽ കൊൽക്കത്തയിൽ PG ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ പണിമുടക്കി സമരം ചെയ്തു. സർക്കാരിനും ആശുപത്രി അധികൃതർക്കും സംഭവത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ഇരയ്ക്ക് നീതി ഉറപ്പാക്കും വരെ സമരം തുടരുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. അതേസമയം സംഭവം നടന്ന RG കാർ ആശുപത്രി ഇന്നലെ രാത്രി ഒരു കൂട്ടം ആളുകൾ അടിച്ചു തകർത്തു. പോലീസിനെയും പ്രതിഷേധക്കാരെയും കയ്യേറ്റം ചെയ്ത അക്രമികൾ സമരപ്പന്തലും തകർത്തു. ലാത്തിചാർജും കണ്ണീർവാതകവും പ്രയോഗിച്ചാണ് പോലീസ് അക്രമികളെ തുരത്തിയത്. സർക്കാരിനെതിരെയുള്ള സമരം പൊളിക്കാനാണ് അക്രമത്തിലൂടെ ചിലർ ശ്രമിച്ചതെന്ന് ഡോക്ടർമാർ പ്രതികരിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് RG കാർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ PG ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത്. കുടുംബവും സഹപ്രവർത്തകരും സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും മമതാ സർക്കാർ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസം കൊൽക്കത്ത ഹൈക്കോടതി ഇടപെട്ടാണ് കേസ് അന്വേഷണം CBIക്ക് വിട്ടത്. ജനം, ഡൽഹി.